ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിസസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.4 ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സസൈസ് 3.4 പ്രോബ്ലംസ്. ഇതിന് മുന്നുള്ള പ്രോബ്ലംസിൻ്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ ചെയ്യാം. ഒപ്പം തന്നെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ഇനി പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇവിടെ ഒരു മെട്രിസസിൻ്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അതും എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എലിമെൻ്ററി ട്രാൻസ്ഫർമേഷൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് റോ ഓപ്പറേഷനും മറ്റൊന്ന് കോളം ഓപ്പറേഷനാണ്. പക്ഷേ ഇവിടെ റോ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സിനെ നമുക്ക് ക്യാപിറ്റൽ എ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. റോ ഓപ്പറേഷൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്താണ്? ക്യാപിറ്റൽ എ ഈക്വൽ ടു ഐ ഇൻറ്റു എ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള എക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 3 - 1 - 4 2 എന്ന മെട്രിക്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു എന്താണ്? ഐ എന്ന മെട്രിക്സിൽ എന്ത് കൊടുക്കാം? 1 0 0 1 ഇൻറ്റു എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? ക്യാപിറ്റൽ എ. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള എ എന്ന മെട്രിക്സിനെ ഏതിലേക്ക് ചേഞ്ച് ചെയ്യണം? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് ചേഞ്ച് ചെയ്യണം. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോം എന്താണെന്നറിയാലോ? 1 0 0 1 ആണ്. അതായത് ഈ തന്നിരിക്കുന്ന മെട്രിക്സിൽ ഫസ്റ്റ് എലിമെൻറ്റ് 3 ആണെങ്കിൽ ആ 3നെ ഐഡൻറ്റിറ്റി മെട്രിക്സിലുള്ള 1 ആയിട്ട് ചേഞ്ച് ചെയ്യണം. അതിന് ശേഷം 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെൻറ്റ് 0, 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെൻറ്റ് 1, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന എലിമെൻറ്റ് 0 ആക്കണം. ഈ ഒരു ഫോമിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലിമെൻറ്റ് 3 ആണ്, അതാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അത് R1ലും നിൽക്കുന്നുണ്ട്, മറ്റേത് R2 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 3 എന്ന എലിമെൻറ്റിനെ 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 1/3 ചെയ്താൽ മതി. അപ്പോൾ 3 × 1/3 ആണ് എന്ത്? 1. അപ്പോൾ R1 ചേഞ്ചസ് ടു 1/3 ഇൻറ്റു R1 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ R1ൻ്റെ പ്ലേസിൽ 3 ആണ് കൊടുക്കണേ. അപ്പോൾ 1/3 ഇൻറ്റു 3 എന്ത് കിട്ടും? 1/3 ഇൻറ്റു 3 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ. അപ്പോൾ R1ലുള്ള ഓരോ എലമെൻസിനും അവിടെ ചേഞ്ചസ് വരും. ഇവിടുത്തെ ഫസ്റ്റ് എലിമെൻറ്റ് നമുക്ക് എടുക്കാം, 3 ആണ്. ദെൻ സെക്കൻഡ് എലിമെൻറ്റ് -1, ദെൻ 1 0 ആണ്. അപ്പോൾ 3നെ 1/3 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ 3 എന്ന് കൊടുക്കാം. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് എലിമെൻറ്റ് 1/3 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? -1 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1/3 ആയിരിക്കും. ഇനി നെക്സ്റ്റ് എലിമെൻറ്റ് 1 ആണ്. 1/3 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/3 എന്ന് കിട്ടും. നെക്സ്റ്റ് എലിമെൻറ്റ് 0 ആണ്. അപ്പോൾ 1/3 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ 0 കൊടുക്കുമ്പോൾ ദാറ്റ് എലിമെൻറ്റ് ഈക്വൽ ടു എന്തായി? 0 ആയിരിക്കും. ദാറ്റ് എലിമെൻറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ R1ൽ എല്ലാ എലിമെൻറ്റ്സിനും ചേഞ്ചസ് വന്നു കഴിഞ്ഞു. R2 അവിടെ സ്റ്റേബിളാണ്. R1ലുള്ള എല്ലാ എലിമെൻറ്റ്സിനും ചേഞ്ചസ് വന്നു. 3 - 1, 3ക്ക് പകരം 1ഉം കിട്ടി, -1ന് പകരം -1/3 ആണ്. അപ്പോൾ 1 - 1/3 എന്ന് എഴുതാം. സെക്കൻഡ് റോ എന്ത് വന്നു? -4 2 ആയിരിക്കും. ദാറ്റ് ഈക്വൽ ടു, ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മെട്രിക്സിൽ ഫസ്റ്റ് റോ എന്താണ് വരേണ്ടത്? 1ഉം 0 ആയിരുന്നു. അത് ചേഞ്ച് ചെയ്തിട്ട് 1ൻ്റെ പ്ലേസിൽ 1/3ഉം 0ൻ്റെ പ്ലേസിൽ 0 എന്ന് വന്നു. 1/3 0 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് റോ എന്തായിരിക്കും? 0 1 ആണ് വരിക. ഇൻറ്റു എന്തെഴുതാനായിട്ട് സാധിക്കും? ക്യാപിറ്റൽ എ ആണ്. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള മെട്രിക്സിൽ 1ന് താഴെ നിൽക്കുന്ന -4നെ 0 ആക്കണം. -4 എവിടെയാണ്? R2യിലാണ്. ദെൻ R1 എഴുതാം. R2യിലത്തെ -4നെ 0 ആക്കണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R1ത്തെ എലിമെൻറ്റ് 1 ആണ്. ആ 1നെ എന്ത് ചെയ്യണം? ഇൻറ്റു 4 ആക്കി കഴിഞ്ഞാൽ ഈ രണ്ട് എലിമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. കാരണം ഇവിടെ -4 ആണ് നിൽക്കുന്നത്. -4 + 4 ആണ് എന്ത് വരേണ്ടത്? 0 വരേണ്ടത്. അപ്പോൾ R1ൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ R2 ചേഞ്ചസ് ടു R2 + 4 ഇൻറ്റു R1 എടുക്കാം. അതായത് R2ൻ്റെ പ്ലേസിൽ -4 കൊടുക്കാം. ദെൻ +4 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ 1 കൊടുക്കുക. അത് രണ്ടും കൂടിയും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എലിമെൻറ്റാണ് നമുക്ക് കിട്ടുക? 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇവിടെ R2ന് -4 2 0 1 ഇവിടെയുള്ള എല്ലാ എലിമെൻറ്റ്സിന് ചേഞ്ചസ് വരും. അപ്പോൾ -4 ആണെങ്കിൽ R2ൻ്റെ പ്ലേസിൽ -4 എടുക്കാം. +4 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ -4ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ത്തെ എലിമെൻറ്റ് ഏതാണ്? 1 ആണ്. അപ്പോൾ 4 ഇൻറ്റു 1 എടുക്കാം. -4 + 4 എന്താ വരാം?
-4 + 4 = 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാണ്? 2 ആണ്. ഇനി 2 ചേഞ്ചസ് 2. R2ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? 2 കൊടുക്കാം. 2 + 4 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ത്തെ എലമെൻറ്റ് ഏതാണ്? -1/3 ആണ്. അപ്പോൾ ഇൻറ്റു -1/3 എന്ന് കൊടുക്കാം. ഇനി ഇതിപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 -4/3 ആണ് വരിക. ഇനി അത് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6 - 4/3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 6 - 4 എന്താണ്? 2/3 ആണ്. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഇവിടെ 0 ആണ്. 0ന് ചേഞ്ചസ് വരും. R2ൻ്റെ പ്ലേസിൽ 0 കൊടുക്കാം. +4 ഇൻറ്റു R1ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 0ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/3 ആണ്. അപ്പോൾ 4 ഇൻറ്റു 1/3. സോ ദാറ്റ് ഈക്വൽ ടു എന്ത് കിട്ടി? 4/3 ആയിരിക്കും. ഇനി ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാണ്? 1 ആണ്. അപ്പോൾ R2ൻ്റെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 1 ചേഞ്ചസ് 2. 1 + 4 ഇൻറ്റു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R1ത്തെ എലമെൻറ്റ് 0 ആണ്. 0 ദാറ്റ് ഈക്വൽ ടു 1 ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ R2ൽ ഇവിടെ 4 എലമെൻറ്റ്സിനും ചേഞ്ചസ് വന്നു കഴിഞ്ഞു. അപ്പോൾ R1ൻ്റെ പ്ലേസിൽ സെയിം അതേ എലമെൻറ്റ് കൊടുക്കാം. 1 -1/3 എന്ന് കൊടുത്തു. R2ൻ്റെ പ്ലേസിൽ -4 2 ആണ്. -4ൻ്റെ പ്ലേസിൽ 0 എന്നും വരും. 2ൻ്റെ പ്ലേസിൽ എന്ത് വന്നു? 2/3 ആണ്. അപ്പോൾ 0 വന്നു. ദെൻ നെക്സ്റ്റ് എലമെൻറ്റ് എന്ത് കിട്ടിയിട്ടുണ്ട്? 2/3 ആണ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്തായിട്ട് സാധിക്കും? ദാറ്റ് ഈക്വൽ ടു ഈ ഒരു മെട്രിക്സ് ഈക്വൽ ടു ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് റോയിൽ 1/3 0 ആണ് നിൽക്കുന്നത്. 1/3 0 അതിന് യാതൊരു ചേഞ്ചസ് ഇല്ല. R2വിനാണ് ചേഞ്ചസ് വന്നിരിക്കുന്നത്. അപ്പോൾ 0 1 ആണ്. അപ്പോൾ 0ന് പകരം 4/3 എന്ന് എഴുതാം. 1ന് പകരം 1 ആയിരിക്കും. അപ്പോൾ 4/3 ദെൻ ലാസ്റ്റ് എലമെൻറ്റ് 1 ആയി ഇൻറ്റു ക്യാപിറ്റൽ A ആണ്. ഇനി ഇവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 0 കിട്ടി കഴിഞ്ഞു. ഇനി 2/3 1 ആയി ചേഞ്ച് ചെയ്യണം. 2/3 എന്നുള്ളത് 1 ആയിട്ട് ചേഞ്ച് ചെയ്യണം. ഈ 2/3 എവിടെയാണ് നിൽക്കുന്നത്? 2/3 R2ലാണ്. അപ്പോൾ 1 ആക്കണമെങ്കിൽ ഇൻറ്റു 3/2 ചെയ്താൽ മതി. റിവേഴ്സ് എടുക്കുക. 2/3 ഇൻറ്റു 2/3യുടെ റിവേഴ്സാണ് 3/2. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 3 ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുക. അപ്പോൾ ഈ 2/3 എന്നുള്ളത് R2ത്തെ എലമെൻ്റ് ആണ്. അപ്പോൾ R2ത്തെ ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ R2 ചേഞ്ചസ് ടു 3/2 R2 ആണ് എടുക്കേണ്ടത്. 3/2 R2 ആയിരിക്കും. ഇനി R2വിലത്തെ ഓരോ എലമെൻറ്റ്സിനും ഇതേപോലെ ചേഞ്ചസ് എടുക്കാം. അതേപോലെ 0 ആണ് ഫസ്റ്റ് എലമെൻറ്റ് എടുക്കേണ്ടത്. 0 ചേഞ്ചസ് ടു 3/2 ഇൻറ്റു 0 ദാറ്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് 2/3 ആണ്. 2/3 ചേഞ്ചസ് ടു 3/2 ഇൻറ്റു 2/3 എന്ന് എടുക്കാം. ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഏതാണ്? 4/3 ആണ്. അപ്പോൾ 4/3 ചേഞ്ചസ് ടു 3/2 ഇൻറ്റു 4/3 ആയിരിക്കും വരിക. ഇനി ഇവിടെ 3 ക്യാൻസൽ ചെയ്യാം. 4 2ൽ 2 ടൈംസ് ആണ് പോവുക. അപ്പോൾ 2 കിട്ടും ആൻസർ. ലാസ്റ്റ് എലമെൻറ്റ് ഇവിടെ ഏതാണ്? 1 ആണ്. 1 ചേഞ്ചസ് ടു 3/2 ഇൻറ്റു 1 എന്തായിരിക്കും ആൻസർ? 3/2 ആണ്. അപ്പോൾ ഇവിടെയും R2വിന് എല്ലാ എലമെൻറ്റ്സിനും ചേഞ്ചസ് വന്നു. R1ന് യാതൊരു ചേഞ്ചസ് ഇല്ല. R1ത്തെ എലമെൻറ്റ് 1 -1/3 ആയി. R2ൽ 0 2/3യുടെ പ്ലേസിൽ 0ൻ്റെ പ്ലേസിൽ 0ഉം 2/3യുടെ പ്ലേസിൽ 1ഉം കൊടുക്കാം. 0 1 കൊടുത്തു കഴിഞ്ഞു. ഇനി ദാറ്റ് ഈക്വൽ ടു ഇനി R1ൽ 1/3 0 ആണ്. R1ന് 1/3 0 കൊടുക്കാം. ഇനി R2ൻ്റെ പ്ലേസിൽ 4/3 1 ആണ്. 4/3യുടെ പ്ലേസിൽ 2ഉം 1/3 പ്ലേസിൽ 3/2ഉം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇൻറ്റു എന്തായിരിക്കണം? ക്യാപിറ്റൽ A ആണ്. വീണ്ടും ശ്രദ്ധിക്കാം. 1 0 1 കിട്ടി കഴിഞ്ഞു. ഇനി ഇവിടെ ഒരൊറ്റ എലമെൻറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ. -1/3 ആണ്. ആ ഒരു എലമെൻറ്റ് 0 ആക്കണം. അതിന് എന്ത് ചെയ്താൽ മതി? കറസ്പോണ്ടിങ് എലമെൻറ്റ് കൊണ്ട് 1 ആണ് നിൽക്കുന്നത്. ആ 1നെ ഇൻറ്റു 1/3 ചെയ്ത് കഴിഞ്ഞാൽ -1/3യും ഈ ഒരു എലമെൻറ്റും 1/3 എന്ന എലമെൻറ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്ന് കിട്ടും. ഈ -1/3 എവിടെയാണ്? R1ലാണ്. ദെൻ R2 എന്ന് കൊടുക്കാം. അപ്പോൾ R1 ആണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടത്. R1ത്തെ എലമെൻറ്റ് അതായത് R1 ചേഞ്ചസ് ടു R1 പ്ലസ് ആണ് ഇവിടെ വരുന്നത്. +1/3 ഇൻറ്റു R2. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഇവിടെ വരേണ്ടത്. R1ൻ്റെ പ്ലേസിൽ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. R1ൻ്റെ പ്ലേസിൽ -1/3 കൊടുക്കാം. +1/3 ഇൻറ്റു R2ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 1 ആണ് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും.
അപ്പോൾ R1 ചേഞ്ചസ് ടു R1 പ്ലസ് 1/3 R2 ആണ് ഇവിടെ എടുക്കുന്ന കണ്ടീഷൻ. ഇനി ഇവിടെ R1ൽ എല്ലാ എലിമെൻസിനും ചേഞ്ചസ് വരുത്തും. അപ്പോൾ ഫസ്റ്റ് എലിമെൻറ്റ് 1 ആണ്. 1 പ്ലസ് 1/3 ഇൻറ്റു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R2ലത്തെ എലിമെൻറ്റ് ഏതാണ്? 0 ആണ്. 0 എഴുതാം. സോ ദാറ്റ് ഈക്വൽ ടു 1 ആണ് കിട്ടുന്നത്. ഇനി R1ത്തെ നെക്സ്റ്റ് എലിമെൻറ്റ് ഏതാ? -1/3 ആണ്. -1/3 R1ൻ്റെ പ്ലേസിൽ -1/3 എന്ന് എഴുതാം. പ്ലസ് 1/3 ഇൻറ്റു R2ൻ്റെ പ്ലേസിൽ എന്തായിരിക്കും? -1/3ക്ക് കറസ്പോണ്ടിങ് 1 ആണ്. 1 എഴുതാം. സോ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എലിമെൻറ്റ് ഏത് എടുക്കാനായിട്ട് സാധിക്കും? 1/3 ആണ് R1ൽ. അപ്പോൾ R1ൻ്റെ പ്ലേസിൽ 1/3 എന്ന് കൊടുക്കാം. 1/3 പ്ലസ് 1/3 ഇൻറ്റു 1/3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് R2ലത്തെ എലിമെൻറ്റ് 2 ആണ്. ഇൻറ്റു 2 എന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 1/3 പ്ലസ് 2/3 എന്നാണ് കിട്ടുക. അപ്പോൾ 2 പ്ലസ് 1 എത്രയാണ്? 3 ആണ്. 3 ഡിവൈഡഡ് ബൈ 3 1 എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് എലിമെൻറ്റ് അവിടെ 0 ആണ്. 0 ചേഞ്ചസ് ടു R1ൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? 0 പ്ലസ് 1/3 ഇൻറ്റു R2ൻ്റെ പ്ലേസിൽ, അതായത് 0ന് കറസ്പോണ്ടിങ് ആയിട്ട് 3/2 ആണ് നിൽക്കണത്. 1/3 ഇൻറ്റു 3/2. 3 ക്യാൻസൽ ചെയ്യാം. ബാലൻസ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? 1/2 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ R1ൽ എല്ലാ എലമെൻസിനും ചേഞ്ചസ് വന്നു. അപ്പോൾ ഫസ്റ്റ് റോയിൽ എന്തായി മാറി? 1ന് 1 കൊടുക്കാം. -1/3ക്ക് 0 എന്ന് കൊടുക്കാം. അപ്പോൾ 1 0 എന്ന് എഴുതാം. സെക്കൻഡ് റോ 0 1 ആയിട്ട് ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിലും ഫസ്റ്റ് റോ എന്തായി? 1/3യുടെ പ്ലേസിൽ 1ഉം 0ൻ്റെ പ്ലേസിൽ 1/2 ആണ്. അപ്പോൾ 1ഉം 1/2 എന്നും കൊടുക്കാം. സെക്കൻഡ് റോ എന്തായിരിക്കും? 2 3/2 ആണ്. ഇൻറ്റു ക്യാപിറ്റൽ A ആണ് വരാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള A എന്ന മെട്രിക്സ് എന്ത് മെട്രിക്സ് ആയിട്ട് ചേഞ്ച് ചെയ്തു? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മെട്രിക്സ് ആണ് എന്ത്? A ഇൻവേഴ്സ്. ദാറ്റ് ഈസ് A ഇൻവേഴ്സ് ഈക്വൽ ടു 1 1/2 2 3/2. ഇതാണ് ഈ ഒരു മെട്രിക്സിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് നെക്സ്റ്റ് പ്രോബ്ലം. വളരെ ഈസിയാണ്. അതായത് ഇവിടെ ഒരു മെട്രിക്സ് തന്നിരിക്കുന്നു. ആ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എന്ത് യൂസ് ചെയ്തിട്ടാണ്? എലമെൻ്ററി ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് ഇൻവേഴ്സ്. ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മെട്രിക്സിനെ A ആയിട്ട് എടുക്കാം. റോ ഓപ്പറേഷനാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അതായത് ക്യാപിറ്റൽ A ഈക്വൽ ടു IA എടുക്കാം. ഇവിടെ ലെഫ്റ്റിലുള്ള Aക്ക് ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 - 6 1 - 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈക്വൽ ടു I എന്ന മെട്രിക്സ് എന്താണ്? 1 0 0 1 ഇൻറ്റു ക്യാപിറ്റൽ A എന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ്? ലെഫ്റ്റിലുള്ള A എന്ന മെട്രിക്സിനെ ഏതിലേക്ക് ചേഞ്ച് ചെയ്യണം? ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിലേക്ക് ചേഞ്ച് ചെയ്യണം. ഇവിടുത്തെ ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്. ആ 2വിനെ എന്താക്കിയിട്ട് മാറ്റണം? ഐഡൻറ്റിറ്റി മെട്രിക്സിലുള്ള ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1/2 ചെയ്താൽ മതി. 2 ഇൻറ്റു 1/2 ആണ് 1. ഈ 2 എവിടെയാണ് നിൽക്കുന്നത്? R1ലാണ്. നെക്സ്റ്റ് നമുക്ക് R2 എന്ന് എടുക്കാം. അപ്പോൾ R1 ചേഞ്ചസ് ടു 1/2 ഇൻറ്റു R1 എഴുതാം. കാരണം R1ൻ്റെ പ്ലേസിൽ 2 കൊടുത്തു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 2 ആണ് 1. ഇനി ഇവിടുത്തെ ഓരോ എലമെൻസിനും ചേഞ്ചസ് വരുന്നു. ഫസ്റ്റ് എലമെൻറ്റ് 2 ആണ്. 1/2 ഇൻറ്റു 2 എന്ന് കൊടുക്കാം. ദാറ്റ് ഈക്വൽ ടു 1 ആണ്. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഏതാണ്? ഇവിടെ -6 ആണ്. അപ്പോൾ -6 ചേഞ്ചസ് ടു 1/2 ഇൻറ്റു -6 ആണ് വരിക. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് 1 ആണ്. 1ഉം 0 ആണ്. നെക്സ്റ്റ് 2 എലമെൻറ്റ്സ് 1 ചേഞ്ചസ് ടു എന്തായി? 1/2 ഇൻറ്റു 1 ദാറ്റ് ഈക്വൽ ടു 1/2 ആയിരിക്കും. ലാസ്റ്റ് എലമെൻറ്റ് 0 ആയിരുന്നു. 1/2 ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ R1ലുള്ള എല്ലാ എലമെൻറ്റ്സിനും ചേഞ്ചസ് വന്നു കഴിഞ്ഞു. ഇനി R2ന് യാതൊരു ചേഞ്ചസ് ഇല്ല. അപ്പോൾ R1ൻ്റെ പ്ലേസിൽ, അതായത് 2 - 6ൻ്റെ പ്ലേസിൽ എന്ത് വന്നു? 1ഉം -3 ആയിരിക്കും. 1 -3 എന്ന് എഴുതാം. അതേപോലെ R2ൻ്റെ പ്ലേസിൽ 1 -2 തന്നെയായിരിക്കും. ദാറ്റ് ഈക്വൽ ടു മെട്രിക്സിൽ ഫസ്റ്റ് റോ 1 0 ആയിരുന്നു. 1ൻ്റെ പ്ലേസിൽ 1/2, 0ൻ്റെ പ്ലേസിൽ 0 എന്ന് എഴുതാം. 1/2 0. സെക്കൻഡ് റോ എന്തായിരിക്കണം? 0 1 ഇൻറ്റു ക്യാപിറ്റൽ A എന്ന് എഴുതാം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് 1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള R2യിലത്തെ ആ 1നെ നമുക്ക് എന്താക്കണം? 0 ആക്കണം. ഇത് വളരെ ഈസിയാണ്. രണ്ട് ടേംസിലും 1 1 ആണ്. അപ്പോൾ ജസ്റ്റ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. R2യിലത്തെ എലമെൻ്റാണ് 0 ആക്കേണ്ടത്. അപ്പോൾ R2 മൈനസ് എന്തെടുത്താൽ മതി? R1 എടുത്താൽ മതി. R2 മൈനസ് R1 എടുത്താൽ R2യിലത്തെ ആ എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ് 1 എന്ന എലമെൻറ്റ് 0 ആക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ 1 - 1 ആണ് എന്ത് വരേണ്ടത്? 1 - 1 നമുക്ക് 0 ആയിട്ട് കിട്ടും. അപ്പോൾ R2-ലത്തെ ഓരോ എലമെൻറ്റ്സിനും അതേപോലെ ഇവിടെ ചേഞ്ചസ് വരും. ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. 1 - 1ന് കറസ്പോണ്ടിങ് ആയിട്ട് R1-ലത്തെ 1 ആണ്. 1 - 1 0 എന്ന് കിട്ടി. -2 ആണ് സെക്കൻഡ് എലമെൻറ്റ് വരുന്നത്. -2 R2-ൻ്റെ പ്ലേസിൽ -2 കൊടുക്കാം. മൈനസ് R1-ലോ കറസ്പോണ്ടിങ് എലമെൻ്റ് ആയിട്ട് R1-ൽ നിൽക്കുന്നത് -3 ആണ്. അതായത് -2 + 3 വരാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 ആണ് ആൻസർ കിട്ടുക. ഇനി നെക്സ്റ്റ് എലമെൻറ്റ് ഏതാ? 0 ആണ്. R2-ൽ 0 ആണ്. 0 മൈനസ് R1-ലത്തെ എലമെൻറ്റ് ഏതാ? 1/2 ആണ്. അപ്പോൾ -1/2 ആണ് ഇവിടെ ആൻസർ കിട്ടുക. ഇനി R2-ലത്തെ എലമെൻറ്റ് 1 ആയിരുന്നു. ദെൻ 1 മൈനസ് കറസ്പോണ്ടിങ് എലമെൻറ്റ് ഇവിടെ 0 ആണ്. 1 - 0 = 1 കിട്ടി. അപ്പോൾ ഇവിടെയും R2-ൻ്റെ എല്ലാ എലമെൻറ്റ്സിനും ചേഞ്ചസ് വന്നു. R1 സെയിം എലമെൻറ്റ് തന്നെ 1 - 3 കിട്ടി. R2 1 - 2 ആണ്. 1ന് പകരം 0, -2ന് പകരം 1 കൊടുക്കാം. 0 ദെൻ 1 കൊടുത്തു = ഇനി R1-ലുള്ള ഫസ്റ്റ് റോ, അതായത് ഇവിടെ ഇപ്പം R2-ലുള്ള ഫസ്റ്റ് 0 1ന് -1/2 എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. R2-ൽ 1/2 0 എന്ന് കൊടുക്കാം. ഇൻറ്റു ക്യാപിറ്റൽ A ആയിരിക്കും. ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള മെട്രിക്സ് 1 0 1 ആയിട്ട് ചേഞ്ച് ചെയ്തു. ഇനി ഇവിടെ ലാസ്റ്റ് എലമെൻറ്റ് ഏതാണ്? -3 ആണ്. ആ -3നെ എന്താക്കണം? 0 ആക്കണം. -3 നിൽക്കുന്ന R1-ലാണ്. നെക്സ്റ്റ് R2 ആയിരുന്നു. ഈ -3നെ 0 ആക്കണമെങ്കിൽ R2-ലത്തെ 1 എന്ന എലമെൻറ്റും 3 ആയിരിക്കണം. രണ്ടും കൂടിയും ആഡ് ചെയ്താലേ എന്ത് വരുള്ളൂ? 0 വരുള്ളൂ. കാരണം R1-ൽ -3 ആണ് നിൽക്കുന്നത്. അപ്പോൾ R1 ചേഞ്ചസ് ടു R1 + 3R2 ആയിരിക്കണം. R1 + 3R2. കാരണം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. -3 + 3 ഇൻറ്റു R1-ത്തെ എലമെൻറ്റ് 1 ആണ്. -3 + 3 എന്താ വരിക? 0 ആണ് വരിക. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ R1-ലത്തെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്. 1 + 3 ഇൻറ്റു 0 എന്ന് വരും. കറസ്പോണ്ടിങ് എലമെൻറ്റ് 0 ആണ്. അപ്പോൾ 1 കിട്ടി. സെക്കൻഡ് എലമെൻറ്റ് -3 ആയിരുന്നു. അപ്പോൾ R1-ൻ്റെ പ്ലേസിൽ -3 എന്ന് കൊടുക്കാം. പ്ലസ് 3 ഇൻറ്റു -3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് R2-ൽ 1 ആണ്. അപ്പോൾ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്? R1-ൽ 1/2 ആണ്. 1/2 ചേഞ്ചസ് ടു -1/2 പ്ലസ് 3 ഇൻറ്റു -1/2 ആണ്. 3 ഇൻറ്റു -1/2. സോ ദാറ്റ് = ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്ത് നോക്കുമ്പോൾ 1/2 പ്ലസ് മൈനസ് എന്തായി? -3/2 ആണ്. അപ്പോൾ 1 - 3 എത്ര വരേണ്ടത്? 1 - 3 എന്നുള്ളത് -2 ആണ്. 1 - 3 എന്ന് പറയുന്നത് -2 ആണ്. -2/2 വരും. ദാറ്റ് = എന്ത് വന്നു? -1 ആണ്. ലാസ്റ്റ് എലമെൻറ്റ് എന്താണ്? 0 ആണ്. അപ്പോൾ 0 ചേഞ്ചസ് ടു 0 + 3 ഇൻറ്റു R2-ലത്തെ എലമെൻറ്റോ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. ദാറ്റ് = 3 എന്ന് കിട്ടി. ഇവിടെ R1-ൽ എല്ലാ എലമെൻറ്റ്സും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. R2 എല്ലാം സ്റ്റേബിളാണ്. അപ്പോൾ 1 - 3യുടെ പകരം 1ഉം 0 ആണ് കിട്ടുന്നത്. R2-ലാണെങ്കിൽ 0 1 എന്ന് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് = ഫസ്റ്റ് റോയിൽ 1/2 0ന് പകരം -1ഉം 3യും നമുക്ക് കൊടുക്കാം. -1ഉം 3 ആണ്. ലാസ്റ്റ് 2 എലമെൻറ്റ്സ് എന്തായി? -1/2 1 ആണ്. ഇൻറ്റു ക്യാപിറ്റൽ A ആണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ A എന്ന മെട്രിക്സ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മെട്രിക്സ് ആണ് ഇവിടെ എന്ത് കിട്ടേണ്ടത്? A ഇൻവേഴ്സ്. ദാറ്റ് ഈസ് A ഇൻവേഴ്സ് = -1 3 -1/2 1 ആണ്. ഇതാണ് ഈ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ ഈ 2 പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് നോക്കാം. താങ്ക്